بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون. السلام عليكم ورحمة الله وبركاته. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة أرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم. نحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا سيدي جد لي فجودك منتظر للمرتجي لا سيما أهل الفقر ما لي سوى حبي ومدحي من ذخر فهم الذخيرة لي ونعم المدخر بهما رجائي أن عيني قد تقر إذ ما يقابل كل ساع بالأجر. يا ربي صل على النبي محمد منجي الخلائق من جهنم في وديف. ആദരവേറിയ പണ്ഡിതന്മാരെ, സ്നേഹസമ്പന്നരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഈ മഹത്തായ
സദസ്സിൽ പങ്കെടുത്ത മുതഅല്ലിം സഹോദരങ്ങളെ, ഈ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന ഇതര മത സുഹൃത്തുക്കൾക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വിശ്വാസി സമൂഹത്തിനെ മുഴുവൻ സന്തോഷിപ്പിച്ചുകൊണ്ട് വിശുദ്ധമായ റമളാൻ നമ്മിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അസുലഭ നിമിഷത്തിൽ വിശുദ്ധ റമളാനിനെ സ്വീകരിക്കണം, അതിനുവേണ്ടി വിശുദ്ധ റമളാനിൽ പ്രത്യേകം അമൽ ചെയ്യാൻ വേണ്ടിയുള്ള തൗഫീഖിന് വേണ്ടിയും ഒക്കെ ദുആ ചെയ്യാനും കൂടിയാണ് നമ്മുടെ ഈ ഒത്തുചേരൽ. അല്ലാഹു റമളാനിനെ നമുക്ക് അനുകൂലമായി സാക്ഷി നിർത്തി തരുമാറാകട്ടെ. ആമീൻ. വിശുദ്ധ റമളാൻ എതിരായി സാക്ഷി നിൽക്കുന്നവരെ തൊട്ട് അല്ലാഹു നമ്മയും കുടുംബാംഗങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ. സഹോദരന്മാരെ, സഹോദരിമാരെ, ജല്ല ജലാലായ അല്ലാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉപയോഗപ്പെടുത്തി, എല്ലാ നിഅമത്തുകളും ഉപയോഗപ്പെടുത്തി ജീവിക്കുന്ന അടിമകളാണ് നാം ഓരോരുത്തരും. അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും ചെയ്തു തന്ന അനുഗ്രഹങ്ങളിലേക്ക് നാം ഒന്ന് ശ്രദ്ധ കൊടുത്താൽ, അത് ഒരു പ്രഭാഷണം കൊണ്ടോ അല്ലെങ്കിൽ ഏറ്റവും വലിയ കണക്കുകൊണ്ട് നാം കണക്ക് കൂട്ടിയാലും അല്ലെങ്കിൽ എത്ര തന്നെ നാം ശ്രദ്ധിച്ചാലും ശ്രമിച്ചാലും നടക്കാത്തൊരു വിഷയമാണ് അല്ലാഹു ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളെ കണക്കാക്കുക എന്നുള്ളത്. ഖുർആൻ നമ്മോട് പറഞ്ഞു, വഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ. അല്ലാഹു തആല നിങ്ങൾക്ക് ചെയ്തു തരുന്ന നിഅമത്തുകൾക്ക് അനുസൃതമായി നന്ദി ചെയ്യാൻ, ആ നിലക്ക് നന്ദി ചെയ്യണമെന്ന നിലക്ക് നിങ്ങളൊന്ന് തിരിച്ചു എണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് നിഅമത്തുകളെ എണ്ണി കണക്കാക്കാൻ സാധിക്കുകയില്ല. അതിനു മാത്രം അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് ചെയ്തു തരുന്നുണ്ട്. സഹോദരന്മാരെ, നാം ഇന്നിവിടെ വഅലിന്റെ സദസ്സിൽ ഒത്തുചേർന്നവരാണ്. നമുക്ക് നമ്മുടെ അടുത്തിരിക്കുന്ന ആളുകളെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്കിവിടുന്ന് പറയുന്ന വിഷയങ്ങൾ കേൾക്കാനുള്ള കേൾവി ശക്തിയുമുണ്ട്. എന്നാൽ ഈ 2 ശക്തികളും ഇല്ലാത്ത ആളുകളും ഈ ഭൂമിലോകത്ത് ജീവിക്കുന്നില്ലയോ? ജീവിതത്തിൽ ഇന്നുവരെ ഉമ്മയെ കണ്ടില്ലാത്തവർ, അതുപോലെ തന്നെ ഉപ്പയെ കണ്ടിട്ടില്ലാത്തവർ, പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖം കാണാത്തവർ, അന്ധന്മാരായതുകൊണ്ട് ഈ ഭൂമിയിലെ ഓരോ കാഴ്ചകളും കാണാൻ പറ്റാത്തവർ, എന്തിനേറെ അവർ കഴിക്കുന്ന ഭക്ഷണത്തിലെ അല്ലെങ്കിൽ ആ ഭക്ഷണത്തിന്റെ നിറം എന്തെന്ന് പോലും ഇന്നിവരെ കാണാത്ത എത്രയോ അന്ധന്മാരെ നാം കാണുന്നില്ലയോ? അതുപോലെ ജീവിതത്തിൽ തന്റെ മകളുടെ ശബ്ദമൊന്ന് കേൾക്കാൻ കഴിയാത്ത, പ്രിയപ്പെട്ട പിതാവിന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ കഴിയാത്ത എത്രയോ ബധിരന്മാരെ നാം കാണുന്നില്ലയോ? അതുപോലെ നാം സുഭിക്ഷമായ ഭക്ഷണങ്ങൾ കഴിച്ച് നാം റാഹത്തോടെ അൽഹംദുലില്ലാ പറയുമ്പോഴും പല ഭാഗങ്ങളിലും ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ പല പല ഹോട്ടലുകളുടെയും കല്യാണ വീടുകളുടെയും പിന്നാമ്പുറത്ത് അവിടെ നിന്ന് ഒഴിവാക്കുന്ന എച്ചിലുകൾ വടിച്ചെടുത്ത് ഒരു ഉരുളയാക്കി കഴിക്കുന്ന ആളുകളും ഭൂമിയിലില്ലയോ? നാം ഇന്ന് വയല് കഴിഞ്ഞ് നമ്മുടെ ഈ മഹത്തായ പരിപാടിക്ക് ശേഷം നമ്മുടെ വീടുകളിൽ നാം സന്ധിക്കുകയും ഉറങ്ങാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ, തീരെ വീടില്ലാതെ ഏതെങ്കിലും കടത്തിണ്ണ ചൊരിയുന്ന മഴയത്ത് പോലും വെറുമൊരു കാർഡ്ബോർഡ് കഷ്ണങ്ങൾ വിരിച്ചുകൊണ്ട് കിടക്കുന്ന സാധു മനുഷ്യന്മാരില്ലയോ? എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമുക്ക് വീട് തന്ന അല്ലാഹു തആല, നമുക്ക് ഭക്ഷണം തന്ന അല്ലാഹു തആല,
നമുക്ക് ജോലി തന്ന അല്ലാഹു തആല എന്നു വേണ്ട എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് എല്ലാം ചെയ്തു തന്ന അർഹമുർ റഹ്മാനായ മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ അത് തീർത്താൽ എണ്ണിയാലും തീരാത്ത വിഷയങ്ങളാണ്. സഹോദരന്മാരെ, ആ നിഅമത്ത് ചെയ്യുന്ന അല്ലാഹുവിനോട്, എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്ന അല്ലാഹുവിനോട് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് വേണ്ടത് നന്ദി ചെയ്യുന്ന സ്വഭാവമാണ്. കാരണം എനിക്ക് കൈകാല് തന്ന റബ്ബ്, എനിക്ക് കുടിക്കാൻ വെള്ളം തന്ന റബ്ബ്, എനിക്ക് ഭക്ഷിക്കാൻ ഭക്ഷണം തന്ന റബ്ബ്, എനിക്ക് എല്ലാ സൗകര്യങ്ങളും തരുന്ന അല്ലാഹു തആല അവൻ പറയുന്നത് ഞാൻ അനുസരിക്കുകയാണ് വേണ്ടത്. അവന്റെ പള്ളിയിൽ നിന്ന് 5 നേരം വിളിക്കുമ്പോ ഞാൻ അവിടേക്ക് പോവുകയാണ് വേണ്ടത്. അതല്ലെങ്കിൽ ആ സമയത്ത് നിസ്കരിക്കുകയാണ് വേണ്ടത്. അവൻ എനിക്ക് എത്രയോ ഭക്ഷണങ്ങൾ ഹലാലാക്കി തന്നിട്ടുണ്ട്. അവൻ എത്രയോ വെള്ളം എനിക്ക് കുടിക്കാൻ വേണ്ടി അനുവദിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ആ വെള്ളത്തിൽ ചിലത് അല്ലാഹു നിരോധിച്ചപ്പോൾ, ചില ദ്രാവകങ്ങൾ കുടിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കള്ള് കുടിക്കുന്നത് ഒരിക്കലും ശരിയല്ല. എത്രയോ വെള്ളം ഇവിടെ എനിക്ക് അനുവദനീയമായതുണ്ടല്ലോ, എത്രയോ വസ്തുക്കൾ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതുണ്ടല്ലോ. ഞാൻ ഒരിക്കലും എനിക്ക് പറ്റാത്തത് കഴിക്കുന്നവനല്ല എന്നാണ് ഒരു മനുഷ്യന്റെ കൽവിൽ ഉണ്ടാവേണ്ടത്, എന്ന ചിന്തയാണ് ഒരുത്തർക്ക് ഉണ്ടാവേണ്ടത്. എന്നാൽ ഭൂമിലോകത്ത് ജീവിക്കുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി, എല്ലാ നിഅമത്തുകളും ഉപയോഗപ്പെടുത്തി, ആ നിഅമത്തുകൾ തന്ന റബ്ബിനോട്, അവനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സ്വഭാവം, അല്ലെങ്കിൽ അവൻ പറഞ്ഞത് അനുസരിക്കുന്നിടത്തുള്ള ഒരു തിരിഞ്ഞുകളി, അതൊരിക്കലും ഒരു ബുദ്ധിയുള്ളവനോട് യോജിച്ചതല്ല. ഇവിടെയാണ് മഹത്തുക്കളും മഹാന്മാരും അവരുടെ സ്വഭാവം നമുക്ക് വേറിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ കൂടുതൽ നന്ദി ചെയ്യാനാണ് അവർ ശ്രദ്ധിച്ചത്. എനിക്ക് കണ്ണു തന്ന റബ്ബേ, ഞാൻ നിന്റെ കലാം പാരായണം ചെയ്യട്ടെ. എനിക്ക് ആരോഗ്യം തന്ന റബ്ബേ, ഞാൻ നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യട്ടെ. ഇതാണ് മഹാന്മാരുടെ ശൈലി. അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും വലിയ മർത്തബയിലുള്ളവരാണ്. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഒരിക്കലും തന്നെ അല്ലാഹുവിനോട് നന്ദികേട് വന്നുകൂടാ. ഭക്ഷണം തരുന്ന ആളുടെ കൈക്ക് കടിക്കാമോ? ഭക്ഷണം തരുന്ന ആളോട് എതിര് കാണിക്കാമോ? സൗകര്യം തരുന്നവരോട് നാം എതിര് ചെയ്യാമോ? അയാൾ പറയുന്നത് അനുസരിക്കുകയല്ലേ ചെയ്യേണ്ടത്? ഇതുപോലെ തന്നെ അല്ലാഹുവിലേക്കുള്ള അനുസരണ നമുക്ക് കൂടിക്കൂടി വരണം. നമ്മിലേക്ക് വിശുദ്ധ റമളാൻ ആഗതമാവുകയാണ്. അല്ലാഹു ആ മാസത്തിന്റെ പരിപൂർണ റഹ്മത്ത്, ആ പരിപൂർണത നമുക്ക് അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. മഹാന്മാർക്ക് റമളാൻ അതൊരു വലിയ സന്തോഷത്തിന്റെ മാസമാണ്. അവര് റമളാനെ വിളിച്ചുകൊണ്ട് പാട്ടുപാടുകയാണ്. ഓ നോമ്പിന്റെ മാസമാകുന്ന റമളാനെ, നീ മാസങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമമായ മാസമാണ്. നീ എത്ര സന്തോഷകരമായ ദിവസങ്ങളാണ് നിന്നിൽ ഉള്ളത്. നീ എത്രയാണ് ഞങ്ങൾക്ക് സന്തോഷം തരുന്നത്. ഇത് മഹാന്മാര് റമളാനിനെ അഭിസംബോധന ചെയ്യുന്ന രൂപമാണ്. സഹോദരങ്ങളെ, എന്നാൽ നാം ഇപ്പോൾ നിലകൊള്ളുന്ന വിശുദ്ധമായ ശഅബാൻ മാസം നിങ്ങൾ നോക്ക്. ഔലിയാക്കളുടെ നേതാവായ ബഹുമാനപ്പെട്ട അശ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവിടുന്ന് നമ്മോട് ഓർമ്മപ്പെടുത്തുന്നു, ഓ മുഅ്മിനീങ്ങളെ, ദിവസങ്ങൾ 3 എണ്ണമാണ്. ദിവസങ്ങൾ 3 എണ്ണമാണ്. ഇന്നലെ, ഇന്ന്, നാളെ. മഹാനവറുകൾ ഇത് പറഞ്ഞിട്ട് പറയുന്നു, ഇന്നലെ അത് കഴിഞ്ഞുപോയി, ഇന്നത്തെ ദിവസമാണ് പ്രായോഗികമായിട്ടുള്ളത്. നാളത്തേത് പ്രതീക്ഷ മാത്രമാണ്. ദിവസങ്ങൾ 3, ഇന്നലെ അത് തീർന്നുപോയി, ഇന്നത്തതാണ് പ്രായോഗികം, നാളെ നാം പ്രതീക്ഷിക്കുന്നേ ഉള്ളൂ. ഇതുപോലെ മോനെ, റജബു ഖദ്മല്ലാ,
റജബ് അത് തീർന്നുപോയി. അതുപോലെ തന്നെ നീ ഇപ്പൊ ഉള്ളത് ശഅബാനിലാണ് കേട്ടോ. പക്ഷേ നീ ഒരു കാര്യം അറിയണം, റമളാനു വഹുവ മുൻതളർ, റമളാൻ നീ പ്രതീക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നാളെ നമുക്ക് പ്രതീക്ഷയല്ലയോ കൂട്ടുകാരെ? ഇന്ന് വയല് കഴിഞ്ഞ് നാളെ നാം ഉണ്ടോ, നമുക്ക് ഉറപ്പുണ്ടോ? എന്നതുപോലെ റമളാന് നമുക്ക് പ്രതീക്ഷയാണുള്ളത്. ഇത് പറഞ്ഞിട്ട് മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പറയുന്നു, ലാ തദ്രി ഹൽ തഈസു ഇലാ ഇദ്റാകിഹി അം ലാ. മോനെ, ശഅബാനിൽ നീ എത്തിയല്ലേ, എന്നാൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം, റമളാന് പ്രതീക്ഷയേ ഉള്ളൂ കേട്ടോ. നിനക്കുള്ളത് വിശുദ്ധ ശഅബാൻ, ഈ ഒരു സമയം ഇത് ശരിക്ക് നീ ഉപയോഗപ്പെടുത്താനാണ് ശ്രദ്ധിക്കേണ്ടത്. നീ ചില ആളുകളെ കാണുന്നില്ലേ, മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ മഹാനവറുകൾ പറയുന്നു, ഫകം മിൻ കഫനിൻ മഗ്ഫൂൽ വസാഹിബുഹു ഫിസ്സൂഖി മശ്ഗൂൽ. എത്രയെത്ര കഫംപുടകളാണ്, എത്രയെത്ര കഫൻ തുണികളാണ്, അത് നല്ല കഴുകി മടക്കി നല്ല വൃത്തിയായി വെച്ചിട്ടുണ്ട്. ചില പീടികകളിൽ ആവാം, ചില വീടുകളിൽ ആവാം അത് മടക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ വസ്വാഹിബുഹു ഫിസ്സൂഖി മശ്ഗൂൽ, അതിന്റെ ഉടമ ആ കഫംപുടയിൽ പൊലിയേണ്ട മനുഷ്യൻ, അവൻ തൊട്ടിപ്പുറത്ത് ഇങ്ങനെ ചുവലുകളുമായി നടക്കുകയാണ്. അവൻ തിരിയുന്ന അങ്ങാടിയുടെ ഒരു ഭാഗത്തിൽ അതൊരു ടെക്സ്റ്റൈൽസിൽ അവന്റെ അവനുള്ള കഫംപുട തയ്യാറ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മഹാനായ മുഹീദ്ദീൻ ശൈഖ് പിന്നെയും പറയുന്നു, വകം മിൻ ഖബറിൻ മഹ്ഫൂർ, എത്ര കുഴിക്കപ്പെട്ട ഖബറുകളാണ്. വസാഹിബുഹു ബിസ്സൂ മഗ്റൂർ, ആ ഖബറാളി അതിൽ കഴിയേണ്ടവൻ, അതിന്റെ ഉടമസ്ഥൻ, അവൻ അങ്ങാടിയിൽ സന്തോഷിച്ച് ചിരിച്ചും കളിച്ചും നടക്കുന്നു. അവന്റെ ഖബറാണെങ്കിലോ കുഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുമുണ്ട്, അല്ലെങ്കിൽ അതിന്റെ സ്ഥലം അല്ലാഹു കണക്കാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ തുടർന്ന് മഹാനവറുകൾ പിന്നെയും പറയുന്നു, കമ്മിൻ ഫമിലാഹിക്കിൻ, എത്രയെത്ര ചിരിക്കുന്നവന്റെ വായയാണ്, പുഞ്ചിരിക്കുകയാണ്. ചിലര് പൊട്ടിച്ചിരിക്കുന്നു. പക്ഷേ വഹു അൻ ഖരീബിൻ ഹാലിക്, കുറച്ച് കഴിഞ്ഞാൽ അവൻ നശിക്കേണ്ടവനാണ്. പക്ഷെ അതറിയാതവൻ ചിരിച്ച് ചിരിച്ച് കളിച്ച് നടക്കുകയാണ്. വകമ്മിൻ മൻസിലിൻ കമുല ബിനാഉഹു, എത്രയെത്ര വീടുകളാണ്, ആ വീടുകളുടെ പണിയൊക്കെ തീർത്തു വെച്ചിട്ടുണ്ട്. വസാഹിബുഹു, ആ വീട്ടുകാരൻ ഈ അടുത്ത് മരണപ്പെടേണ്ടവനാണ്. അയാളുടെ സമയം തീർന്നിട്ടുണ്ട്, പക്ഷേ വീടെല്ലാം ജോലി തീർത്തു വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ പറഞ്ഞിട്ട് മഹാനവറുകൾ പറയുന്നു, മോനെ, ശഅബാനിൽ നീ നന്നായി തൗബ ചെയ്തോ, അല്ലാഹുവിലേക്ക് അടുത്തോ, ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ, തസ്ബീഹ് ചൊല്ലിക്കോ, റബ്ബിലേക്ക് അടുക്കുന്ന പ്രവർത്തനങ്ങളുമായി നീങ്ങിക്കോ. വിശുദ്ധ റമളാൻ നിന്നിലേക്ക് ഇങ്ങ് വരുമ്പോ നീ ഒരു പൂർണ്ണ ഹൃദയത്തോടുകൂടെ അതിനെ സ്വീകരിക്കണേ. അതിന് പര്യാപ്തമായ രീതിയിലായിരിക്കണം നിന്റെ ചലനങ്ങൾ, അതിന് പര്യാപ്തമായ രീതിയിലാവണം നിന്റെ നീക്കങ്ങൾ. അല്ലാതെ വെറും തെറ്റിന്റെ പിന്നാലെ നീ ആയിക്കൂടാ, വെറും തിന്മയുടെ ആളായി നീ മാറിക്കൂടാ. നീ എപ്പോഴും റബ്ബേ ഞാൻ റമളാനിനെ സ്വീകരിക്കുന്നത് ഒരു തെളിഞ്ഞ ഹൃദയത്തോടെയാണ്, പാപമോചനത്തിന്റെ വാചകത്തോടുകൂടെയാണ്. മഹാനവറുകൾ പറയുന്നു, മോനെ, നീ നന്നായി തൗബ ചെയ്ത് റമളാനിനെ സ്വീകരിക്കാൻ ഒരുങ്ങുക. നീ മഹാന്മാരെ പോലെ പെടുന്നലെ തന്നെ നിന്റെ ഒരു ചേഞ്ചിങ് നിനക്ക് വേണം. റമളാന് വരട്ടെ എന്നിട്ടാവാമെന്ന് തോന്നരുത്. എത്രയാണ് ചേഞ്ചിങ്? നിങ്ങൾ നോക്കൂ, ഒരു മഹാന്റെ മാറ്റം. ബഹുമാനപ്പെട്ട ഉത്ബത്തുൽ ഗുലാം റഹിമഹുല്ലാഹ്, ബസറയിൽ അറിയപ്പെട്ട ഒരു തമ്പാടിയായി ജീവിച്ച മനുഷ്യരായിരുന്നു ഉത്ബത്തുൽ ഗുലാം. അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറയുന്നു, വകാന മിൻ അഹ്ലിൽ ഫിസ്ഖി വൽ ഫുജൂരി മശ്ഹൂറൻ ബിൽ ഫസാദി വശുർബിൽ ഖംരി. മഹാനവറുകൾ നേരത്തെ ഉള്ള ഒരു സമയം അദ്ദേഹം പല നിലക്കും അറിയപ്പെട്ട ഒരു തമ്പാടിയായിരുന്നു. കള്ളുകുടിയിൽ അറിയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു മാറ്റം വരികയാണ്. എന്താണ് മാറ്റം? ഫദഖല യൗമൻ ഫീ മജ്ലിസിൽ ഹസനിൽ ബസരി റഹിമഹുല്ലാഹ്. ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ
ഒരു സദസ്സിൽ ഈ ഉത്ബത്തുൽ ഗുലാം പങ്കെടുത്തു. ആ സദസ്സിൽ ഹസനുൽ ബസരി തങ്ങൾ വഅ്ള് പറയുകയാണ്. അദ്ദേഹത്തിന്റെ വഅ്ള് മഹാനവറുകൾ എന്നവിടെ ഓതി പറയുന്നത് സൂറത്തുൽ ഹദീദിന്റെ അതിന്റെ 16ാമത്തെ ആയത്ത് ഓതിയിട്ടാണ് വഅ്ള്. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. മുഅ്മിനിന്റെ പേരുള്ള മുസ്ലിമിന്റെ പേരുള്ള ആളുകൾക്ക് ഇനിയും ഒരു മാറ്റം വരാൻ സമയമായില്ലേ എന്ന സൂറത്തുൽ ഹദീദിലെ ആയത്തോതി ഹസനുൽ ബസരി തങ്ങളെ വയലിങ്ങനെ നടക്കുമ്പോ ആ വയലിന്റെ സദസ്സിൽ ഉത്ബത്തുൽ ഗുലാം അവിടെ ചെന്നിരിക്കുകയാണ്. വയലിന്റെ സദസ്സിൽ നന്നായി വയലിങ്ങനെ നടക്കുന്നു. ഈ ആയത്തോതി വിശദീകരിച്ച് മഹാനവറുകൾ വയല് പറഞ്ഞപ്പോൾ ആ ഇരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ എഴുന്നേറ്റ് നിൽക്കുന്നു. ഈ ഉത്ബത്തുൽ ഗുലാം എന്ന ഈ ചെറുപ്പക്കാരൻ തന്നെ അവിടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ടോ വിളിച്ചു ചോദിക്കുന്ന യാ തഖിയൽ മുഅ്മിനീൻ, ഓ മുഅ്മിനീങ്ങൾക്ക് തഖ്വ പറഞ്ഞു തരുന്ന ഉസ്താദേ, ഇത് കേട്ടിട്ട് എനിക്കൊരു മാറ്റം വരാൻ സമയമായില്ലേ എന്നിങ്ങനെ പറഞ്ഞു നിങ്ങൾ വയല് പറഞ്ഞപ്പോൾ എനിക്കൊരു മാറ്റം തോന്നുന്നുണ്ട്. പക്ഷേ അയഖ്ബലുല്ലാഹുൽ ഫാസിഖൽ ഫാജിറ മിസ്ലി ഇദാ താബാ, ഞാൻ തൗബ ചെയ്താൽ എന്നെ പോലുള്ളവരുടെ തൗബ അല്ലാഹു സ്വീകരിക്കുമോ? എനിക്ക് നന്നാവാൻ പറ്റുമോ എന്നാണ് ഉത്ബത്തുൽ ഗുലാമിന്റെ ചോദ്യം. എന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുമോ? ഉടനെ തന്നെ മഹാനവറുകളുടെ മറുപടി നഅം, അല്ലാഹു സ്വീകരിക്കും. യഖ്ബലുല്ലാഹു തൗബത ഫിസ്ഖിക വഫുജൂരിക. എത്ര തന്നെ തമ്മാടിത്തരം നിന്നിൽ നിന്ന് വന്നാലും എത്രമാത്രം വേണ്ടായ്മ നിന്നിൽ നിന്ന് സംഭവിച്ചാലും അല്ലാഹു തൗബ സ്വീകരിക്കും മോനെ. ഇത് കേട്ടപ്പോൾ തന്റെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ വന്നുപോയ തിന്മകളും കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയ എല്ലാ വേണ്ടാത്തരങ്ങളും ഓർമ്മയുള്ള ഉത്ബത്തുൽ ഗുലാം എന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുകയോ ഞാനൊന്ന് നന്നാവുകയോ അയാളുടെ മുഖം മഞ്ഞ നിറത്തിലേക്ക് മാറുകയാണ്. മാത്രവുമല്ല അദ്ദേഹത്തിന്റെ കെണുപ്പുകൾ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. കഴിഞ്ഞില്ല, അദ്ദേഹം ഇവിടെ ബോധരഹിതനായി വീഴുകയാണ്. ഈ സമയം ഉത്ബത്തുൽ ഗുലാമിന്റെ അടുത്തേക്ക് ഹസൻ ബസരി തങ്ങൾ ഇറങ്ങി വന്നിട്ട് മഹാനവറുകൾ പാടിക്കൊടുക്കുന്നു. ബോധരഹിതനായി ഒരു പകുതി ബോധത്തിലുള്ള തനിക്ക് തന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുമെന്നുള്ള ഒരു സന്തോഷം കിട്ടപ്പോൾ ഉൾക്കൊള്ളാനാവാതെ വീണ് കിടക്കുന്ന ഉത്ബത്തിന്റെ അടുത്തേക്ക് ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു വരുന്നു. മുഖത്തൊരൽപ്പം വെള്ളം കുടഞ്ഞ് എഴുന്നേൽക്കുന്ന ഒരു പരുവത്തിലായപ്പോൾ മഹാനവറുകൾ വിളിച്ചു ചോദിക്കുന്ന യാ ശബ്ബൻ ലിറബ്ബിൽ അർശി ആസി അതദരി മാ ജസാഉ ബിൽ മാസി സഈറുൽ ലിൽ ഇർസാത്തി ലഹാ സഫീറു വഗൈദു യൗമ യുഖദു ബിൻ നവാസി. ഓ യുവാവേ, തെറ്റുകളിൽ മുഴുവൻ മൂടി ജീവിച്ച യുവാവേ, നിനക്കറിയുമോ എന്താണ് തിന്മ ചെയ്യുന്നവരുടെ കൂലി എന്നറിയോ? നിനക്കറിയുമോ എന്താണ് അല്ലാഹു തആല തരുന്നത്? സഈറുൽ ലിൽ ഇർസാത്തി ലഹാ സഫീറു, ഒരു തരം ഉരമ്പലുള്ള ഒരു പ്രത്യേക ശബ്ദമുള്ള നരകമാകുന്നു അല്ലാഹു തരുന്നത്. അതുകൊണ്ട് തന്നെ ഫഇൻ തസ്ബിർ അലൻ നീറാനി ഫഅസി വഇല്ലാ കുൽ അനിൽ ഇസ്യാനി ഖാസി. ഓ ഉത്ബത്തേ, നിനക്ക് കഴിയുമോ നരകം ക്ഷമിക്കാൻ? നരകം ക്ഷമിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ തെറ്റു ചെയ്തു ജീവിച്ചോ, ഇല്ലെങ്കിൽ പെടുന്നതിന് നീ തെറ്റിൽ നിന്ന് മാറിക്കോ. ഉത്ബത്തുൽ ഗുലാം എന്ന ചെറുപ്പക്കാരനോട് ബഹുമാനപ്പെട്ടവര് വയലങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയം സുബ്ഹാനല്ലാഹ്, ഈ ചെറുപ്പക്കാരൻ ബോധമുദിച്ച ഉടനെ തന്നെ ഈ ഒരു വാചകം കേട്ടപ്പോൾ നരകം ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ ക്ഷമിച്ചോ, നീ പ്രവർത്തിച്ചോ, തോന്നും പോലെ ജീവിച്ചോ എന്നുള്ള ഒരു തരത്തിലുള്ള ഉപദേശം കേട്ടപ്പോ ഒരു വലിയ ശബ്ദത്തോടെ ബോധരഹിതനായി വീണ്ടും അവിടെ വീഴുകയാണ്. ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ സദസ്സ് പിരിഞ്ഞു പോവാനെടുത്ത സമയം വീണ്ടും ഇദ്ദേഹത്തിന് ബോധം വന്ന സമയം ഉത്ബത്ത് പിന്നെയും ചോദിക്കുന്നു, അല്ലയോ ഉസ്താദ് അവറുകളെ, യാ ശൈഖ്
ഹൽ യഖ്ബലുർ റബ്ബുർ റഹീം തൗബത മിസ്ലി അല്ലൈം. എന്നെ പോലത്തെ വളരെ മോശപ്പെട്ട ആളുകളുടെ തൗബ അല്ലാഹു സ്വീകരിക്കുമോ? ഉടനെ മഹാനായ ഹസൻ ബസരി തങ്ങൾ പറയുന്നു, അല്ലാഹു നിന്റത് സ്വീകരിക്കും മോനെ. നിന്റത് റബ്ബല്ലാതെ ആരാണ് സ്വീകരിക്കുക? അല്ലാഹു അല്ലേ വിട്ടുവീഴ്ച ചെയ്യുന്ന റബ്ബ്. എത്ര തെറ്റ് ചെയ്തവനും ഒരു വേള അല്ലാഹ് ഉള്ളുരുകി ഒന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്നവനാണല്ലോ. ഈ ഒരു സന്തോഷം ഇങ്ങ് കേട്ടപാട് ഈ ഉത്ബത്തുൽ ഉലാമെന്ന നേരത്തെ വളരെ തെറ്റുകളുള്ള ആള്, വളരെ മോശപ്പെട്ട ജീവിതമുള്ള ആള്, അദ്ദേഹം നേരെ സദസ്സിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. എന്നിട്ടോ അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള ഒരുക്കമാണ്. താനൊരൊഴിഞ്ഞ സ്ഥലത്തേക്ക് നിന്നുകൊണ്ട് അള്ളാഹുവിനോട് 3 കാര്യങ്ങൾ ദുആ ചെയ്യുന്നു. അള്ളാഹുവേ, ഞാൻ നിന്നോട് 3 കാര്യങ്ങൾ ചോദിക്കുകയാണ്. എന്റെ തൗബ നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ 3 കാര്യത്തിനും ഉടനടി നീ ഇജാബത്ത് തരണം പടച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ ചോദ്യം എന്താണെന്നല്ലേ? അല്ലാഹുവേ, നീ എന്റെ തൗബ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ തെറ്റുകൾ നീ പൊരുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് നന്നായി അറിവ് നേടാനുള്ള ബുദ്ധി തരണം അല്ലാഹ്. എനിക്ക് എന്ത് കേട്ടാലും പെട്ടെന്ന് മനഃപ്പാടമാക്കാനുള്ളൊരു കഴിവ്, ഖുർആന് കേട്ടാൽ അത് വേഗം മനസ്സിലാക്കാനുള്ളൊരു പവറ്, ഹദീസ് കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കാനുള്ളൊരു പവറ് ഉടനെ നീ തരണേ അല്ലാഹ്. ഇതെന്റെ തൗബ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എനിക്ക് കിട്ടണം റബ്ബേ. ശരിക്കു നോക്കൂ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, കഴിഞ്ഞു പോയ കാലമത്രയും എല്ലാ വൃത്തികേടിലും നീങ്ങിയെങ്കിലും ഒരൊറ്റ സമയം കൊണ്ട് റബ്ബേ എന്റെ തൗബ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, എന്റെ തൗബ സ്വീകരിച്ചെങ്കിൽ എനിക്ക് ഹിഫ്ളിനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പവർ തരണേ. രണ്ടാമത് മഹാനവറുകളുടെ ദുആ, പടച്ചവനെ എനിക്ക് നല്ല ശബ്ദം തരണം, ഖുർആൻ ഓതാൻ നല്ല ശബ്ദം തരണം. എന്റെ ഓത്ത് കേൾക്കുന്നവരൊക്കെ, ഞാൻ ഖുർആൻ ഓതുന്നത് കേൾക്കുന്നവർക്കൊക്കെ ഒരു ഭയപ്പാട് വരണം, അവർക്കൊരു മാറ്റം വരണം. അത്തരത്തിലൊരു നല്ല ശബ്ദം എനിക്ക് തരണേ. മഹാനവറുകൾ മൂന്നാമത് വീണ്ടും ദുആ ചെയ്യുന്ന, അല്ലാഹുവേ എന്റെ തൗബ നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നീ ഹലാലായ ഭക്ഷണം തരണേ. ഇനി ഞാൻ ഒരു ജോലിക്കും പോകുന്നില്ല, എനിക്ക് നിനക്ക് ഖിദ്മത്ത് ചെയ്ത് നിന്നെ വഴിപ്പെട്ട് ജീവിക്കണം അല്ലാഹ്. ഇനി എനിക്ക് ജോലിക്ക് പോവാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് നീ ഹലാല് തരണം റബ്ബേ. എന്താണ് സംഭവിച്ചത്? ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഈ 3 ദുആക്കും അല്ലാഹു ഇജാബത്ത് കൊടുത്തുപോയി. ഏറ്റവും കൂടുതൽ ഹിഫ്ളുള്ള ആളായി മഹാനവറുകൾ മാറി. മാത്രവുമല്ല, ഉത്ബത്ത് ഖുർആൻ ഓതുന്നത് കേട്ടാൽ ആരും അവിടെ തന്നെ ചിന്തിച്ചു നിന്നുപോകും, ആരുടെ മനസ്സിന് ഒരു മാറ്റം വന്നുപോകും. മാത്രവുമല്ല, മഹാനവറുകളുടെ വീട്ടിൽ എല്ലാ ദിവസവും മഹാനവറുകളുടെ വീട്ടിൽ 2 പത്തിരിയും അതിനു വേണ്ട കറിയും എല്ലാ ദിവസവും വീട്ടിൽ തയ്യാറ് ചെയ്ത് കൊണ്ടുവെക്കുന്നുണ്ട്. ആരാണ് വെക്കുന്നതെന്ന് അറിയില്ല, ആരാണ് അതിന്റെ ആളെന്ന് അറിയുന്നില്ല. വലാ യദ്രി അഹദുൻ മൻ യളഉഹാ, ആരാണത് അവിടെ കൊണ്ടുവച്ചതെന്ന് ആർക്കും അറിയുന്നില്ല. മാത്രവുമല്ല, വകാന അലാ ഹാദിഹിൽ ഹാലി ഹത്താ ഫാറഖത് ദുനിയാ, മരണം നടക്കുന്നത് വരെ ഉത്ബത്തിന് ഭക്ഷണം കിട്ടിക്കൊണ്ടിരുന്നു. സഹോദരന്മാരെ, ഇതാണ് തൗബ. അല്ലാഹുവിലേക്ക് അങ്ങ് അടുത്ത് ഒരൊറ്റ നിമിഷം കൊണ്ട് പടച്ചവനെ എന്റത് നീ അങ്ങ് കബൂൽ ചെയ്തെങ്കിൽ എനിക്ക് ഇപ്പൊ തന്നെ അതിന്റെ ഫലം കാണിക്ക് അല്ലാഹ്. ഇത്തരത്തിൽ ഒരു തൗബ, ഒരു മനസ്സ് അല്ലാഹു നമുക്കും തരട്ടെ. ഉത്ലുബ് മതാബൻ ബിന്നദാമതി മുഖ്ലിആ വബിഅസ്മി തർക്കി സംബി ഫിമസ്തഖ്ബലാ വബറാഅത്തിൻ മിൻ കുല്ലി ഹഖ്ഖിൽ ആദമി ഫലിഹാദിഹിൽ അർകാനി ഫർഅ വകമ്മിലാ.
സൈനുദ്ദീനുൽ മഅബരി തങ്ങൾ പറഞ്ഞതുപോലെ മോനെ നീ തൗബ ചെയ്യണം. തൗബ നിന്റെ വിജയത്തിലേക്കുള്ള തുടക്കമാണ്. വിശുദ്ധ റമദാനിനെ സ്വീകരിക്കുന്ന മുഅ്മിനീങ്ങളെ, തൗബയിലൂടെ ആവട്ടെ റമദാനിനുള്ള സ്വാഗതമോദൽ. കറകളഞ്ഞ തൗബ, ഇനി മുതൽ ഞാനൊരു തെറ്റും ചെയ്യുകയില്ല, ചെയ്തു പോയ തെറ്റുകളൊക്കെ ഒഴിവാക്കുകയും വേണം. അതോടൊപ്പം ജനങ്ങളുമായുള്ള സർവ്വഹക്കടപാടുകളും അത് തീർക്കണം. അതോടൊപ്പം തന്നെ ഇനി ഒരു കാലത്തും എനിക്കൊരു തെറ്റും വരികയില്ല, ഞാനാകെ മാറുന്നു അല്ലാഹ് എന്ന തൗബയുടെ നിബന്ധനകളൊക്കെ പാലിച്ച് അല്ലാഹുവിലേക്ക് അങ്ങ് തൗബ ചെയ്ത് ഒരുങ്ങിയാൽ ഇനി നമുക്ക് റമദാനിലേക്കുള്ള സ്വീകരണത്തിനൊരുങ്ങാം. വിശുദ്ധ റമദാനിനോട് അടുത്ത സമയം, റമദാനിങ് അടുക്കുമ്പോൾ നമ്മുടെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് റമദാനിലേക്കുള്ള ഒരുക്കങ്ങൾ വിശദീകരിച്ചു കൊടുക്കാറുണ്ട്. റമദാനിലേക്കുള്ള സ്വാഗതം അല്ലെങ്കിൽ റമദാനിനെ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം അവിടുന്ന് നടത്തുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഅബാനിന്റെ അവസാന ദിവസം സ്വഹാബികൾക്കൊരു ഖുതുബ നിർവഹിച്ചു. സ്വഹാബികളോട് നബി തങ്ങൾ ഉത്ബോധനം നടത്തുകയാണ്. റമദാനാണ് വരുന്നത്, ഇതിന്റെ അവസാന ശഅബാനിന്റെ അവസാന സമയത്ത് മുത്തുനബി അവരെ വിളിച്ചുകൂട്ടി ഉണർത്തിക്കൊടുക്കുകയാണ്. അയ്യുഹന്നാസ്, ഓ സ്വഹാബികളെ, ഖദ് അദല്ലക്കും ശഹ്റുൻ നദീം. സ്വഹാബത്തെ, നിങ്ങൾക്കിതാ ഒരു വലിയ ബറക്കത്തുള്ള, മഹത്വമേറിയ, വളരെ വലിയ ഭാഗ്യമേറിയ ഒരു മാസം ഇതാ മുന്നിട്ട് വരുന്നു. അവിടുത്തെ പ്രസംഗത്തിന്റെ തുടക്കമാണത്. അവിടുന്ന് പറയുകയാണ്, ഫീഹി ലൈലത്തുൽ ഖദ്ർ, ആ മാസത്തിലാണ് ലൈലത്തുൽ ഖദ്ർ ഉള്ളത് ജനങ്ങളെ. വഹിയ ഖൈറും മിൻ അൽഫി ശഹ്ർ, 1000 മാസത്തിനേക്കാൾ ഖൈറാണത്. ഫറദല്ലാഹു സിയാമഹു വജഅല ഖിയാമ ലൈലിഹി തതവ്വുഅഹ, ആ മാസത്തിൽ രാത്രിയിൽ നിസ്കരിക്കുന്ന തറാവീഹ് നിസ്കാരം അത് അല്ലാഹു തആല സുന്നത്താക്കിയിട്ടുണ്ട്. ആ മാസത്തിൽ അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയിട്ടുമുണ്ട്. ഫമൻ തതവ്വഅ ഫീഹി ബിഖസ്ലത്തിൻ മിനൽ ഖൈരി കാന കമൻ അദ്ദാ ഫരീളതൻ ഫീമാ സിവാ. ആ മാസത്തിൽ നിങ്ങൾ ആരെങ്കിലും ഒരു ഖൈർ ചെയ്താൽ നിങ്ങൾക്ക് മറ്റു മാസങ്ങളിലെ ഫർളിന്റെ കൂലിയാണുള്ളത് എന്നിങ്ങനെ വിശദീകരിച്ച് നീണ്ട പ്രസംഗമാണ്. അവിടുന്ന് തുടങ്ങി വെച്ച വാചകം, ജനങ്ങളെ, ഖദ് അദല്ലക്കും ശഹ്റുൻ നദീം, മഹത്വമേറിയ ഒരു മാസം നിങ്ങൾക്കിതാ ആഗതമായിരിക്കുന്നു. എന്താണ് സഹോദരന്മാരെ റമദാനിന് മഹത്വമേറാനുള്ള കാരണം? സൂറത്തുൽ ബഖറയുടെ 155 അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് റമദാൻ മഹത്വമുള്ളതായത്. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമദാനിനാണ് അല്ലാഹു ഖുർആൻ ഇറക്കി തന്നത്. വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് റമദാൻ. ലോകത്തിന് മുഴുവനും സന്മാർഗം നൽകാൻ, അതേ മിഥ്യയിൽ നിന്ന് സത്യത്തിലേക്ക് ജനങ്ങളെ നയിക്കാൻ അല്ലാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ട വളരെ പ്രസിദ്ധമായ, വളരെ ഗംഭീരമായ ആ വിശുദ്ധ ഗ്രന്ഥം ഇറക്കപ്പെട്ടിരിക്കുന്നു. ഖുർആനിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി തങ്ങൾ പറഞ്ഞതുപോലെ, ലഹാ മഅനിൻ കമൗജിൽ ബഹരി ഫീ മദദി വഫൗഖ ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി റദ്ദത് ബലാഗതുഹാ ദഅവാ മുആരിദിഹാ റദ്ദൽ ഗുയൂനി യദൈൽ ജനീഅനിൽ ഹുറുമി.
ഇമാം ബൂസൂരി തങ്ങൾ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആനിന്റെ അർത്ഥഗാംഭീര്യം കടലിലെ തിരമാലകൾ കണക്കിനാണ്. വിശുദ്ധ ഖുർആനിന്റെ സാഹിത്യ സമ്പുഷ്ടി എത്ര വലിയ കൊലകൊമ്പനെയും ഇരുത്തിക്കളയുന്ന സാഹിത്യ സമ്പുഷ്ടിയാണുള്ളത്. ആ വിശുദ്ധ ഖുർആൻ അല്ലാഹു ഇറക്കിയ ഒരു കാരണം കൊണ്ട് റമളാൻ ഏറ്റവും ബറക്കത്തുള്ള മാസമാണ്. സൂറത്തുൽ ബഖറയുടെ 185 അല്ലാഹു അത് നമ്മെ ഉണർത്തിയതാണ്. സഹോദരന്മാരെ, ഇനിയും റമളാനിന്റെ പ്രത്യേകത, ഗാംഭീര്യം മുത്തുനബി പറയുന്നത് നോക്കൂ നിങ്ങൾ. മസ്ഊദ് തങ്ങൾ പറയുകയാണ്, അന്നഹു സമിഅ മിനൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനവറുകൾ നബി തങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. നബി പറയുന്നു, ലൗ യഅലമിൽ ഇബാദു മാ ഫീ റമളാന, റമളാനിൽ ഉള്ള ഫളീലത്തുകൾ, റമളാനിലുള്ള ശ്രേഷ്ഠതകൾ ആരെങ്കിലും ഒന്ന് കേട്ടിരുന്നെങ്കിൽ, അടിമകൾ ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ലതബന്നതു ഉമ്മത്തി അൻ തകൂന സനതു കുല്ലുഹാ റമളാൻ, ഒരു കൊല്ലമൊട്ടാകെ റമളാനായാൽ, ഒരു കൊല്ലമൊട്ടാകെ വിശുദ്ധ റമളാനായിരുന്നെങ്കിൽ എന്ന് എന്റെ ഉമ്മത്ത് കൊതിക്കുമായിരുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി. അതിന് മാത്രം ഗുണങ്ങളുണ്ട്, അതിന് മാത്രം സന്തോഷങ്ങളുണ്ട്. നോക്കൂ നിങ്ങൾ, തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി പാടുന്നത്, നോമ്പുള്ളവന്റെ ഉറക്കം ഇബാദത്താണ്, മിണ്ടാതിരുന്നാൽ തന്നെ തസ്ബീഹാണ്, റമളാനിലൊരു സുന്നത്ത് ചെയ്താൽ പിന്നെ മറ്റുള്ളതിൽ ഫർളിന്റെ ഫലമാ പൊന്നേ. റമളാന്റെ ശ്രേഷ്ഠത നീ അറിഞ്ഞാൽ പിന്നെ എന്നും അതാകാൻ നീ കൊതിക്കും പൊന്നേ. മഹാനവറുകൾ ഓർമ്മപ്പെടുത്തുന്നു, റമളാനിന്റെ ഗുണങ്ങൾ ഒരുത്തൻ ശരിക്ക് അറിയുന്നത് പോലെ അറിഞ്ഞിരുന്നെങ്കിൽ, എന്നും ഈ റമളാനായിരുന്നെങ്കിൽ എന്റെ ഉമ്മത്ത് കൊതിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, വലിയ ഒരു ഭാഗ്യമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. വലിയ അതിഥിയാണ് നമ്മെ തേടി വരുന്നത്. വേണ്ട രീതിയിൽ സൽക്കരിക്കണേ, വേണ്ട രീതിയിൽ പരിഗണിക്കണേ, വേണ്ട രീതിയിൽ ആദരവ് കൊടുക്കണേ. നിങ്ങൾ നോക്കി, ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസിൽ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്ന, അതാക്കും റമളാൻ, ജനങ്ങളെ നിങ്ങൾക്ക് റമളാൻ എത്തിയിരിക്കുന്നു. ശഹ്റും മുബാറകുൻ, ബറക്കത്താക്കപ്പെട്ട മാസമാണ്. ഫറദല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമഹു, ആ മാസത്തിൽ നോമ്പ് നോൽക്കൽ നിങ്ങളെ മേൽ അല്ലാഹു ഫറദാക്കിയിട്ടുണ്ട്. പിന്നെയും നബി തങ്ങൾ റമളാനിന്റെ പ്രത്യേകത പറയുന്നു, തുഫ്തഹു ഫീഹി അബ്വാബുസ് സമാ, വാനലോകത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന മാസമാണ്. വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, നരകത്തിന്റെ വാതിലുകളൊക്കെ പൂട്ടിടപ്പെടുന്ന മാസമാണ്. നരകവാതിലുകൾ കൊട്ടിയടക്കപ്പെടും. അതേ സ്വർഗലോകത്തേക്ക്, വാനലോകത്തേക്കുള്ള അമലിന്റെ വാതിലുകൾ മുഴുവൻ അത് തുറക്കപ്പെടും. വതുഗല്ലു ഫീഹി മറദത്തു ശയാത്തീൻ, ശൈത്താന്മാരില്ലേ മനുഷ്യനെ പിഴപ്പിക്കാൻ വേണ്ടി, മനുഷ്യന്റെ ആജന്മ ശത്രുവായ ശൈത്താൻ, അവനെ അല്ലാഹു ചങ്ങലക്കിട്ട് വെക്കുന്ന മാസവും കൂടിയാണ്. ഇതിങ്ങനെ പറഞ്ഞ് മുത്തുനബി പിന്നെയും പറയുന്നു, ഫീഹി ലൈലത്തുൽ ഖൈറും മിൻ അൽഫി ശഹർ, നിങ്ങൾക്ക് അതിലൊരു രാത്രി കിട്ടാനുണ്ട് ജനങ്ങളെ, അതിൽ നിങ്ങൾക്കൊരു രാവ് കിട്ടാനുണ്ട്. ആ രാവിന്റെ പ്രത്യേകത, ഒരൊറ്റ രാവിന് 1000 മാസങ്ങളൊക്കെയാണ് ഖൈറുണ്ട് എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹോദരന്മാരെ, ഒന്ന് പ്രതിജ്ഞ ചെയ്യൂ, ഈ വരുന്ന റമളാൻ അതൊരു പക്ഷേ എന്റെ അവസാനത്തെ റമളാനാവാം. ഇനി ഒരു റമളാനിലുള്ള ഞാനില്ലെങ്കിലോ, പ്രസംഗം കേൾക്കുന്ന നിങ്ങളില്ലെങ്കിലോ, എല്ലാം അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്ത് റമളാന് സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ആരുമില്ലെങ്കിലോ, അവസാനത്തെ റമളാനായിരിക്കും എന്റെ ഈ റമളാന്. അതുകൊണ്ട് ഞാനൊന്ന് ശരിക്കും ഒരുങ്ങട്ടെ.
കുലുങ്ങട്ടെ എന്നൊന്ന് പ്രതിജ്ഞ ചെയ്യണം സഹോദരന്മാരെ. നിങ്ങൾ നോക്ക, അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റമളാന് കിട്ടിയിട്ട് അതിനെ വേണ്ട വിധത്തിൽ പരിചരിക്കാതെ മുതലാക്കാതെ അശ്രദ്ധവാനായി നീങ്ങിയ ഒരാളെ പറ്റി നിങ്ങൾ നോക്ക്. നുസ്ഹത്തുൽ അബ്സാറിൽ കാണാം, നബി തങ്ങൾ പറയുന്നു, സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ദിവസം വന്നിട്ട് നബി തങ്ങളോട് പറയുന്നു, യൗമൽ ഖിയാമത്തി ബാഖിയൻ ഹസീനാ, നബിയേ, ഖിയാമത്ത് നാളിൽ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവരപ്പെടും. അവൻ കരഞ്ഞ് ആകെ ദുഃഖിതനായിട്ടാണ് അവിടെ വരുന്നത്. മാത്രവുമല്ല, വൽ മലായികത്തു തസൂഖുഹു ബിമഖാമിഅ മിൻ ഹദീദിൻ മിൻ നാർ, തീയിനാലുള്ള കുറദണ്ടുകൾ ഉപയോഗിച്ച് മലക്കുകൾ ആ മനുഷ്യനെ തുരുതുര അടിക്കുന്നുണ്ട് നബിയെ. അവനെങ്ങനെ അടിത്തൊളിച്ച് മലക്കുകൾ ഇങ്ങനെ കൊണ്ടുവരുന്നൊരു മനുഷ്യനുണ്ട്. നബി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ആ മനുഷ്യൻ മലക്കുകളുടെ അടി കൊണ്ടിട്ട് ഇങ്ങനെ വിളിച്ചു പറയുന്നു, അൽ അമാൽ അൽ അമാൽ, എന്നെ ഒന്ന് രക്ഷിക്കൂ, എന്നെ ഒന്ന് രക്ഷിക്കൂ. അവനിങ്ങനെ വിളിച്ചു പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ നബി തങ്ങൾ പിന്നെയും നബി തങ്ങൾ അപ്പൊ ചോദിക്കുകയാണ്, ജിബ്രീലേ, മൻ ഹാദാ, എന്താ, ആരാണിത് എന്ന് ചോദിക്കുമ്പോ പറയുന്നു, ശാബുൻ മിൻ ഉമ്മതിക, തങ്ങളെ ഉമ്മത്തിൽപ്പെട്ട യുവാവാണേ. ഉടനെ മുത്തുനബി എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളോ എന്ന നിലക്ക് ചോദിച്ചു. വമാ ദംബുഹു, അയാൾ ചെയ്ത പ്രശ്നമെന്താ, അയാളുടെ കുറ്റമെന്താ? നബി തങ്ങളോട് ഉടനെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി, അദ്റക റമളാൻ, അയാൾക്ക് റമളാൻ എത്തിച്ചു, റമളാൻ കിട്ടി. ഫഅസല്ലാഹ തആല ഫീഹി, റമളാൻ കിട്ടിയിട്ടും തന്റെ സ്വഭാവം മാറ്റിയില്ല. അതെ, കഴിഞ്ഞു പോയത് ഖളാ വീട്ടാൻ ഒരുങ്ങുകയല്ല, പിന്നെയും വേണ്ടാത്തരങ്ങളുമായി നീങ്ങുകയാണ്. അതുകൊണ്ടാണ് നബിയേ, വലം യതുബ് വലം യസ്തഗ്ഫിറുല്ലാഹ്, അയാൾ തൗബയും ചെയ്തില്ല, അയാൾ ഇസ്തിഗ്ഫാറും ചെയ്തില്ല. അതുകൊണ്ട് അങ്ങനെ ജീവിക്കുന്നതിനിടയിൽ ഫഅഖദഹുല്ലാഹു ബഗതതൻ, പെട്ടെന്ന് മരണമെന്ന് നടന്നു. അപ്പൊ റമളാനിനെ ആചരിക്കാത്തവനാണവൻ. അതുകൊണ്ടാണ് അവനെ മഹ്ശറയിൽ അടിത്തുള്ളിച്ച് മലക്കുകൾ അടിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ടവർ ഉണർത്തുന്നു. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി കേട്ട് ഈ വിഷയം നമുക്ക് പറഞ്ഞു തരുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, മഹാനായ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞതുപോലെ, ഫൽവൈലു കുല്ലുൽ വൈലി ലിൽ ആസില്ലദീ ഫീ ശഹരിഹി അകലൽ ഹറമ വഅജ്റമാ, ഏറ്റവും വലിയ നാശം റമളാന് കിട്ടിയിട്ടും ഒരു ഒരുക്കവും ഒരുങ്ങാതെ പിന്നെയും ഹറാമ് ഭക്ഷിക്കുകയും പിന്നെയും ഹറാമ് ചെയ്യുകയും പിന്നെയും വേണ്ടാത്തരവുമായി നീങ്ങുന്ന മനുഷ്യൻ, അവനാണ് ഏറ്റവും വലിയ പരാജയപ്പെട്ടവൻ. നിങ്ങൾ നോക്കൊരു മഹാൻ പാടുന്നത്, ഇദാ വജദൽ ഇൻസാനു ലിൽ ഖൈരി ഫുർസതൻ വലം യഗ്തനിംഹാ ഫഹുവ ലാ ശക്ക ആജിദു വഹൽ മിസ്ലു ഹാദാ الشهر للعفو موسمه ولكن فأين الآمن المتناهر. ഒരു ചാൻസ് കിട്ടിയിട്ട് അത് നഷ്ടപ്പെടുത്തുന്നവൻ, നന്നാവാനൊരു വേള അല്ലാഹു തന്നിട്ടും ഒന്ന് ഒരുങ്ങാതെ അതിനുവേണ്ടി ശ്രമിക്കാതെ നീങ്ങുന്നവൻ, അവൻ വലിയ പരാജിതൻ തന്നെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് തുടർന്ന് പറയുന്നു, ഈ മഹത്തായ മാസത്തിനൊരു പ്രത്യേകത അവിടുന്ന് പിന്നെ വിശദീകരിക്കുന്നത്, ഫീഹി ലൈലത്തുൽ ഖദ്ർ, ഈ മാസത്തിലാണ് ലൈലത്തുൽ ഖദ്ർ ഉള്ളത്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ ഏറെക്കുറെ മദ്ഹ് പറഞ്ഞ, ഏറ്റവും കൂടുതൽ മദ്ഹ് പറഞ്ഞ ഒരു രാവല്ലയോ ലൈലത്തുൽ ഖദ്ർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ
ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ 1000 മാസത്തിനേക്കാൾ ഗുണമുള്ള ഒരു രാവ് 80 ചില്ലാനം കൊല്ലം കൊണ്ട് 80 ചില്ലാനം വർഷങ്ങളെ കൊണ്ട് എത്ര കണ്ട് അമൽ ചെയ്യാൻ പറ്റും, എത്ര ഖുർആൻ ഓതാൻ പറ്റും, എത്ര തസ്ബീഹ് നിർവഹിക്കാൻ പറ്റും, എത്ര തൗബ ചെയ്യാൻ പറ്റും, അതിനൊക്കെ പറ്റിയ ഒരൊറ്റ രാവ് അഷ്റഫുൽ ഖൽഖിന്റെ ഉമ്മത്തിന് അല്ലാഹു നൽകി. എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യം? ഇമാം ഗസാലി റഹിമഹുല്ല പറയുന്നു, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അവിടുന്ന് ഉദ്ധരിക്കപ്പെടുകയാണ്. നബിതങ്ങളുള്ള ഒരു സദസ്സിൽ ആരോ നബിതങ്ങളോട് പൂർവ്വകാലത്ത് യുദ്ധം ചെയ്ത ഒരാളെ പറ്റി ഇങ്ങനെ സംസാരിക്കുകയാണ്. പൂർവ്വകാലത്ത് ഇസ്ലാമിന് വേണ്ടി ധീരമായി സംഘടന നടത്തി യുദ്ധം നടത്തിയ വലിയ പ്രചോദനമേകിയ ഒരു മഹാൻ, അദ്ദേഹത്തിന്റെ പേര് ശംഊൻ എന്നാണ്. ആ മഹാൻ അദ്ദേഹത്തിന് ഒരൊട്ടകത്തിന്റെ താടിയിലും അതുപോലെ തന്നെ നിസാരപ്പെട്ട ആയുധങ്ങളുമായി വിശുദ്ധ ഇസ്ലാമിന് വേണ്ടി 1000 കൊല്ലം നിരന്തരം യുദ്ധമാണ്. ശത്രുക്കൾക്ക് ശംഊനെ പിടിച്ചുകെട്ടാൻ കഴിയുന്നില്ല. അവരവസാനം കണ്ടൊരു മാർഗം ഇവരുടെ ഭാര്യയെ സ്വാധീനിക്കലാണ്. ഭാര്യയുടെ അടുത്തേക്ക് വലിയ തളിക നിറയെ സ്വർണ്ണാഭരണങ്ങളുമായി അവരൊട്ടാകെ കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, ഭർത്താവിനെ ഒന്ന് ഞങ്ങൾക്ക് പിടിച്ചുകെട്ടിത്തരണം, ഞങ്ങൾക്കൊന്ന് കീഴ്പ്പെടുത്താനാണ്. ഇന്ന് വരെ ഞങ്ങൾക്കതിന് സാധിച്ചിട്ടില്ല. ഇതിങ്ങനെ പറഞ്ഞപ്പോൾ ഇവൾ ഈ കണ്ട വലിയ തളിക നിറയുള്ള സ്വർണം കണ്ടപ്പോ ഭർത്താവിന് അത് ഞാൻ സ്ഥലപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. അന്ന് മഹാനവറുകൾ വിശ്രമിക്കുന്ന സമയം മഹാനവറുകളെ കട്ടിലിന്മേൽ വെച്ചുകൊണ്ട് ഇവൾ വരിഞ്ഞു മുറുക്കി വലിയ വലിയ കയറുകൾ ഉപയോഗിച്ച് അവളെ കൊണ്ട് കഴിയും പോലെ പിടിച്ചുകെട്ടി. ഈ ഒരു ചെറിയ പ്രവർത്തനത്തിനിൽ ഉണർന്ന മഹാൻ അദ്ദേഹം ചോദിക്കുന്നു, നീ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഇവളെ മറുപടി, ഞാൻ നിങ്ങളെ ശക്തി പരീക്ഷിക്കുകയാണ്, ഞാൻ നിങ്ങളെ കഴിവ് പരീക്ഷിക്കുകയാണ്. ഉടൻ അദ്ദേഹം പറയുന്നു, ഇതെനിക്കൊന്നൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ് കൈകൊണ്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോ കയറുകളൊക്കെയും പൊട്ടിത്തെറിച്ചു പോയി. പിന്നെയും ഇവള് തന്റെ വഞ്ചനയോടുള്ള ചോദ്യം, നിങ്ങളെ പിടിച്ചുകെട്ടാൻ എന്താണ് മാർഗം? നിങ്ങളെ ഒരാൾക്കും തകർക്കാൻ കഴിയുന്നില്ലല്ലോ, നിങ്ങളെ ഈ കണ്ട ഈ ഒരു രീതിയിൽ നിങ്ങൾ ആക്രമിക്കാൻ കഴിയില്ല, നിങ്ങളെ ശക്തി വലുതാണ്, നിങ്ങളെ പിടിച്ചുകെട്ടാൻ എന്തുണ്ട് മാർഗം? ഉടനെ മഹാനവറുകളെ മറുപടി, ഞാൻ നിനക്കത് പറഞ്ഞു തരാം. എന്റെ മുൻമുടികളില്ലേ, ഇവകളെ കൊണ്ട് എന്നെ കെട്ടിക്കഴിഞ്ഞാൽ മഹാനവറുകളെ മുന്നിൽ കുറെ നീളം കൂടിയ മുടികളുണ്ട്, അതുകൊണ്ട് എന്നെ വരിഞ്ഞു മുറുക്കിയാൽ പിന്നെ ഒരാൾക്കും എനിക്ക് ഒരു നിലക്കും രക്ഷപ്പെടാൻ പറ്റില്ല, എന്നെ ഏതൊരാൾക്കും കീഴ്പ്പെടുത്താൻ നിഷ്പ്രയാസം സാധിക്കും. ഈ പെണ്ണെന്ത് ചെയ്തു? മഹാനവറുകൾ മറ്റൊരു ദിവസം വിശ്രമിക്കുന്ന സമയം മഹാനവറുകളെ വഞ്ചിച്ചു, പിടിച്ചു മുറുക്കി. മഹാനവറുകൾ ഉണർന്നു നോക്കുമ്പോ പിടിച്ചു കെട്ടപ്പെട്ടിരിക്കുന്നു. അവളോട് പറഞ്ഞു, എന്നെ അഴിച്ചുവിടൂ. അവള് പറഞ്ഞു, ഇല്ല ഇല്ല, ഞാൻ അഴിച്ചുവിടില്ല. ശത്രുക്കൾക്ക് അവള് വിവരം നൽകി. അവരൊട്ടാകെ കടന്നു വന്നുപോയി. ശംഊൻ എന്ന ഈ മഹാന്റെ ചെവിടവര് മുറിച്ചെടുത്തു. മഹാനവറുകളെ കണ്ണവര് ചൂഴ്ന്നെടുത്തു. കൈകാലുകൾക്ക് മുറിവ് വരുത്തി. മഹാനവറുകളെ ഇഞ്ചിഞ്ചായി കൊല്ലാനുള്ള പരിപാടിയാണ്. അവസാനം നാവിന്റെ ഒരു ചെറിയ അനക്കത്തിന്റെ മേൽ മഹാനവറുകൾ അങ്ങ് ദുആ ചെയ്തു, അല്ലാഹുവേ, ഞാൻ എന്റെ ജീവൻ പണയപ്പെടുത്തി പോലും യുദ്ധം ചെയ്തത്, ഞാൻ എന്റെ ചോര നീരാക്കിയത് റബ്ബേ ഈ വിശുദ്ധ മതത്തിന് വേണ്ടിയാണ്. ഇപ്പൊ ഇവര് എല്ലാരും കൂടെ എന്നെ പരാജയപ്പെടുത്തുന്നത്, അത് നിന്റെ ദീനിനൊരു കുറവായി പോകും. അതുകൊണ്ട് എന്നെ സലാമത്താക്ക് റബ്ബേ. ശംഊനുൽ ഗാസി എന്ന മഹാന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചു പോയി. അദ്ദേഹത്തിന്റെ വീടൊട്ടാകെ ഞൊടിയിടയിൽ തകർന്നുപോയി. ഈ മഹാൻ ഒരാപത്തും കൂടാതെ വിജയിച്ചു. പിന്നെയും തന്റെ ആയുധമേന്തി മഹാനവറുകൾ യുദ്ധം ചെയ്യുന്നു. ദീർഘകാലം യുദ്ധം ചെയ്തു. ഇങ്ങനെ ഒരു വിഷയം അല്ലാഹുവിന്റെ ഹബീബിന്റെ സദസ്സിൽ വെച്ച് ഇതിങ്ങനെ പറഞ്ഞപ്പോൾ മുത്തുനബിയല്ലേ, ഉമ്മത്തിനെ അങ്ങേറ്റം സ്നേഹിക്കുന്ന നേതാവല്ലേ,
ആവട്ടെ. അവിടുന്ന് മനസ്സുകൊണ്ട് റബ്ബേ എന്റെ ഉമ്മത്ത് ആയുസ് കുറഞ്ഞവരാണ്, എന്റെ ഉമ്മത്ത് വളരെ കുറഞ്ഞ കാലങ്ങളുള്ളവരാണ്, ഇവർക്ക് ഇത്തരം ഒരു സ്ഥാനം കിട്ടുമോ, എന്റെ ഉമ്മത്തിന് ഇത്ര വലിയ സ്ഥാനം കിട്ടുമോ എന്ന് ഹബീബിന്റെ മനസ്സിൽ ഒരു തോന്നൽ വന്നപ്പോൾ അല്ലാഹു ഇടപെട്ടുപോയി. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. നബിയെ താങ്കൾ അതുകൊണ്ട് വിഷമിക്കേണ്ടതില്ല, താങ്കൾക്ക് തങ്ങളെ ഉമ്മത്തിന് അമല് കുറഞ്ഞു പോകുമെന്നൊരു തോന്നൽ വേണ്ട. അയാള് 1000 മാസം യുദ്ധം ചെയ്തെങ്കിൽ പ്രതിഫലം തങ്ങളുടെ ഉമ്മത്തിന് ഒരൊറ്റ രാവ് കൊണ്ട് നമ്മൾ തരാം നബിയെ. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. തങ്ങൾ എന്താ മനസ്സിലാക്കിയത് ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളേക്കാണ് ഖൈറാണ്. ഇതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസത്തിന്റെ അവസാന ഭാഗത്ത് സ്വഹാബത്തിനെ വിളിച്ച് ഓർമ്മപ്പെടുത്തുന്നു. ഫീഹി ലൈലത്തുൽ ഖദ്ർ വഹിയ ഖൈറും മിൻ അൽഫി ശഹർ. ഏറ്റവും കൂടുതൽ ഖൈറായ രാത്രിയാണ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു ലൈലത്തുൽ ഖദ്ർ കൊണ്ടുള്ള ഒരു വിജയം നമുക്കും നൽകുമാറാവട്ടെ. നന്നായി ദുആ ചെയ്യണം സഹോദരന്മാരെ. നബി തങ്ങളിനി പിന്നെയും സ്വഹാബത്തിനെ പിന്നെയും പറഞ്ഞു കൊടുക്കുന്ന സ്വഹാബികളോട് ഫറളല്ലാഹു സിയാമഹു വജഅല ഖിയാമ ലൈലിഹി തതവ്വുആ. ആ മാസത്തിൽ നോമ്പെടുക്കൽ അല്ലാഹു നിങ്ങൾക്ക് ഫറളാക്കിയിരിക്കുന്നു ജനങ്ങളെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു അമലല്ലയോ സഹോദരന്മാരെ നോമ്പ്? ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്ന് വിശുദ്ധമായ റമദാൻ മാസത്തിലെ നോമ്പ്. എത്ര വലിയ മുതലാളിക്കും പാവപ്പെട്ടവന്റെ വിശപ്പറിയാനുള്ള ഒരു സംവിധാനം. പാവപ്പെട്ടവൻ അഴുകുചാലി വൃത്തിയാക്കുന്നവൻ, ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെടുന്നവന്റെ വിശപ്പിന്റെ മുറവിളി എത്ര വലിയ മുതലാളിക്കും കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് റബ്ബ് ഒരുക്കി വെച്ചിരിക്കുന്നത്. മാത്രവുമല്ല, വിശന്ന് ജീവിക്കുന്ന മറ്റു ജീവികളോടുള്ള ഒരു സഹതാപം മനുഷ്യർക്കുണ്ടാവുന്നതിന് വേണ്ടി എല്ലാം അല്ലാഹുവിന്റെ ഒരു തീരുമാനം. സൂറത്തുൽ ബഖറയുടെ 153 അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ ഈമാനുള്ളവരേ, കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഓ ജനങ്ങളെ, മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ മേൽ അല്ലാഹു റമദാനിലെ നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുന്നു. അത് നിങ്ങൾക്ക് മാത്രമല്ല പൂർവകാലത്തുള്ളവർക്കും അത് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. തീർന്നില്ല, ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ തഖ്വ ഉള്ളവരാവാൻ, നിങ്ങൾ സൂക്ഷ്മത ഉള്ളവരാകാൻ, നിങ്ങൾ സൂക്ഷിക്കുന്നവരാകാൻ. എന്തിനൊക്കെയാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്? ഒന്ന്, നരകലോകം. നരകലോകത്തിൽ നിങ്ങൾ പെട്ടുപോകരുത്. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളെ ശരീരത്തെ നോമ്പെടുത്ത് പാകപ്പെടുത്തുക. രണ്ടാമത്തത്, ദോഷങ്ങളെ നിങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി. നോമ്പെടുത്തവന് പിന്നെ ദോഷങ്ങളില്ല, പിന്നെ അവന് കുറ്റങ്ങളിലേക്ക് ഒരു നിലക്കും നീങ്ങാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നോക്ക്, നബി തങ്ങൾ പറയുന്നത് അസ്സിയാമു ജുന്ന, നോമ്പ് ഒരു കവചമാണ്. അതുകൊണ്ട് നോമ്പെടുത്താ പിന്നെ ഫലാ യർഫുസു വലാ യജ്ഹൽ, നിങ്ങൾ വിവരക്കേട് പറയാൻ പാടില്ല, നിങ്ങൾ അനീതി ചെയ്യാൻ പാടില്ല, പിന്നെ നിങ്ങൾ തോന്നിവാസത്തിന് നിൽക്കാൻ പാടില്ല. നോമ്പ് നിങ്ങൾക്കൊരു രക്ഷാ കവചമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. നോമ്പ് പിടിച്ചുകൊണ്ട് തോന്നിവാസം പറയുന്നതിനെ, നോമ്പ് പിടിച്ചുകൊണ്ട് ഗീബത്ത് നമീമത്ത് പോലുള്ള തെറ്റുകൾ പറയുന്നതിന് നബി തങ്ങൾ നിരാകരിക്കുന്നത് നിങ്ങൾ നോക്ക്. നബി പറയുന്ന മല്ലം യദഅ ഖൗലദ്ദൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബാ. ഒരു മനുഷ്യൻ വൈകുന്നത് വരെ ഒരു ഭക്ഷണവും കഴിക്കുന്നില്ല, അവൻ നോമ്പുകാരനാണ് പോൽ. നബി തങ്ങൾ പറയുന്നു, നോമ്പെടുത്തിട്ട് ഒരു തിന്മയും അവൻ ഒഴിവാക്കുന്നില്ല, ഒരു തോന്നിവാസവും ഒഴിവാക്കുന്നില്ല. ഇത്തരക്കാരുടെ നോമ്പിന് അല്ലാഹുവിന് യാതൊരു ആവശ്യവുമില്ല.
ഇത്തരത്തിലൊരു നോമ്പ് അല്ലാഹു തആല ഒരിക്കലും തന്നെ കണക്കാക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് കാണാം. നോമ്പിന്റെ പ്രതിഫലത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നോക്കൂ സഹോദരന്മാരെ, കുല്ലു അമലി ബനി ആദമ, മനുഷ്യരുടെ സർവ്വ അമലുകളും യുളാഅഫുൽ ഹസനത്തു ബിഅശ്രി അംസാലിഹാ, 10 മടങ്ങതിന് പ്രതിഫലമുണ്ട്, 10 മടങ്ങതിന് കൂലി കിട്ടലുണ്ട്. എന്നിട്ട് നബിതങ്ങൾ പറയുന്നത് 10 മുതൽ 700 നബിതങ്ങൾ പറയുന്നു ഏകദേശം 700ഓളം ഇരട്ടി കൂലിയുണ്ട്. 10 ഇരട്ടി മുതൽ 700 വരെ കൂലിയുണ്ട്. അത്രയും വിശാലമാണ് അല്ലാഹുവിൽ നിന്നുള്ള ഹസനത്ത്. നബിതങ്ങൾ തുടർന്ന് പറയുന്നു, എന്നാൽ നോമ്പ് അങ്ങനെയല്ല. ഏത് അമലിനും 10 മുതൽ 700 വരെ കൂലിയുണ്ടെങ്കിലും അസ്സൗമു, നോമ്പ് അങ്ങനെയല്ല. ഫഇന്നഹു ലീ, അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്, അത് നോമ്പ് എനിക്ക് വേണ്ടി ഒരാൾ എടുക്കുന്നതാണ്. ഇത് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഫഅന അജ്സീ ബിഹി, ഞാനാണ് ആ നോമ്പിന് കൂലി നൽകുന്നത്. എന്റെ അടിമ യദഉ ശഹവതഹു വതഅമഹു മിൻ അജ്ലി, അല്ലാഹു പറയുന്നതായി നബി തങ്ങൾ പറയുന്നു, എനിക്ക് വേണ്ടി അവന്റെ ഭക്ഷണം ഒഴിവാക്കി, അവൻ അന്നപാനീയങ്ങൾ ഒഴിവാക്കി, അതുകൊണ്ട് അതിന്റെ കൂലി ഞാനാണ് കൊടുക്കുക. ഇത് പഠിപ്പിച്ചിട്ട് നബി തങ്ങൾ പിന്നെ പറയുന്നു, ലിസ്സായിമി ഫർഹത്താനി, നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ഒന്നാമത്തെ സന്തോഷം ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സന്തോഷമാണ്. വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, അവന്റെ റബ്ബിനെ കാണുമ്പോ ഉള്ള സന്തോഷമാണ്. ഇന്ന് വരെ ആർക്ക് വേണ്ടി നിസ്കരിച്ചോ, ഇന്ന് വരെ ആർക്ക് വേണ്ടി ദിക്ർ ചൊല്ലിയോ, ഇന്ന് വരെ ആർക്ക് വേണ്ടി നാം സർവവും സമർപ്പിച്ചോ, ആ റബ്ബില്ലയോ, റബ്ബിനെ കാണും നോമ്പുകാരൻ. അതൊരു വലിയ സന്തോഷം തന്നെയാണ്. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. മാത്രവുമല്ല, രാവിലെ മുതൽ വൈകുന്നത് വരെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് വിശപ്പ് സഹിച്ചതു കാരണത്താൽ അവന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന, വായിൽ നിന്ന് നിർഗലിക്കുന്ന ആ ഒരു വാസന നബി തങ്ങൾ പറയുന്നു, വലഖലൂഫു ഫമിസ്സാഇമി അത്യബു ഇൻദല്ലാഹി മിൻ റിഹിൽ മിസ്കീൻ, കസ്തൂരിയേക്കാൾ ഏറ്റവും വലിയ സ്ഥാനമാണ് അല്ലാഹുവിന്റെ അടുത്തതിനുള്ളത്. വലിയ സ്ഥാനമാണ് അല്ലാഹു നൽകുന്നത്. നബി തങ്ങൾ തുടർന്ന് പിന്നെയും പറയുന്നു, വസ്സിയാമു ജുന്ന, നോമ്പ് നിങ്ങൾക്കൊരു രക്ഷാകവചമാണ്. വഇദാ കാന യൗമു സൗമി അഹദിക്കും, നിങ്ങളൊക്കെ നോമ്പുള്ള ദിവസമാണെങ്കിൽ ഫലാ യർഫുസ് വലാ യസ്ഖബ്, നിങ്ങൾ വേണ്ടാത്തരങ്ങളിലേക്ക് ചലിക്കരുത്, ജനങ്ങളെ അനാവശ്യങ്ങളിലേക്ക് നീങ്ങരുത് എന്നിങ്ങനെ വിശദീകരിച്ച് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, നോമ്പ് അല്ലാഹുവിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് മറ്റു ഇബാദത്തുകളെ പോലെ. പക്ഷെ ഇത് അല്ലാഹു നേരിട്ട് തരുന്ന ഇബാദത്ത്, നേരിട്ട് തരുന്ന വലിയ കൂലി റബ്ബിൽ നിന്നുണ്ട്. അർഹമുർ റഹീമീനായ റബ്ബ് അവന് പൊരുത്തപ്പെട്ട രീതിയിൽ നോമ്പെടുക്കാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, നോമ്പിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന വലിയ പുണ്യം, അത് നമ്മൾ എത്ര കണ്ട് ഉഷാറാക്കുന്നതിനനുസരിച്ച് അല്ലാഹു തരും. എത്ര കണ്ട് നാം അതിൽ സൂക്ഷ്മത പുലർത്തുന്നുണ്ട്, അതിനനുസരിച്ച് റബ്ബ് തആല നമ്മുടെ കൂലിക്ക് വലിപ്പം കൂട്ടും. എത്രയാണെന്ന് അതിനൊരു കണക്കുമില്ല. ചിലപ്പോൾ അല്ലാഹു വലിയ കൂലിയാവും തരുന്നത്. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട സൽമാനുദ്ദാറാനി റഹിമഹുല്ലാഹ്, വലിയ മഹാനാണ് സൽമാനുദ്ദാറാനി. അദ്ദേഹം ഒരു ശക്തമായ ചൂടുള്ള ഒരു സമയത്ത്, വലിയ കഠിനമായ ചൂടുള്ള ഒരു സമയം മഹാനവറുകൾ നോമ്പെടുത്തു. വളരെ പാടുപെട്ട് വേണമെന്നൊരു നോമ്പെടുക്കണമെങ്കിൽ അദ്ദേഹം നോമ്പ് തുറന്ന് നിസ്കാരവും കഴിഞ്ഞ് അല്പ വിശ്രമത്തിനൊന്ന് കിടന്നതാണ്. ഉറക്കിലേക്ക് കടക്കേണ്ട താമസം ഒരാളിങ്ങനെ മഹാനായ സൽമാനുദ്ദാറാനിയുടെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, അത്തബിഉ സവാബ സൗമിക ഫീ ഹാദൽ യൗം, ഇന്നത്തെ നോമ്പിന്റെ കൂലി വിൽക്കുന്നുണ്ടോ? ഇന്ന് നിങ്ങൾ പിടിച്ച നോമ്പിന്റെ കൂലി കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ മഹാനവറുകളോട് ഇയാൾ വില പറയാണ്, 100 ദീനാർ തരാം. സൽമാനുദ്ദാറാനി പറഞ്ഞു, ഞാനത് കൊടുക്കുകയില്ല.
അപ്പൊ പിന്നെ ഇയാള് സംഭവം വില ഒന്ന് കൂട്ടുകയാണ്. വബിമിഅത്തി അൽഫിൻ, ഞാനൊരു 1,00,000 തരാം, കൊടുക്കുമോ ഇന്നത്തെ കൂലി? മഹാനവറുകൾ പറഞ്ഞു ഞാൻ കൊടുക്കുകയില്ല. അപ്പൊ പിന്നെ ഇയാള് വില കൂട്ടി പറയാണ്. വബിമിഅത്തി അൽഫിൻ, നാ പിന്നെ 2,00,000 ദീനാർ തരാം, കൊടുക്കുമോ നിങ്ങൾ? മഹാനവറുകൾ പറഞ്ഞു ഇല്ല, കൊടുക്കുകയില്ല. വഇസ്സത്തി റബ്ബി, എന്റെ റബ്ബിന്റെ ഇസ്സത്തിനെ തന്നെയാണ് സത്യം. മഹാനവറുകൾ പറഞ്ഞു ഞാനിത് കൊടുക്കുകയില്ല. അപ്പൊ പിന്നെ വന്ന ആള് ചോദിക്കുന്നു, നിങ്ങൾ എന്ത് കിട്ടിയാലാണ് ഇത് കൊടുക്കുക? നിങ്ങൾ എന്ത് കിട്ടിയാലാണ് കൊടുക്കുക? അപ്പൊ മഹാനായ സൽമാനു ദാറാനിയുടെ മറുപടി, ലാ അബീഉ സവാബ ബിദ്ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവ് മുഴുവനും എനിക്ക് നിങ്ങൾ തന്നിട്ട് ഞാനത് കൊടുക്കുകയില്ല. പക്ഷേ ഞാൻ അത് വെച്ചത് എന്തിനാണെന്നറിയോ? എനിക്കെന്റെ റബ്ബിനെ കാണാനാണ്. ഞാനത് വെച്ചത് ലിബൈഇഹി ബിന്നദിരി ഇലൽ മൗലാ, എനിക്ക് അല്ലാഹുവിനെ കാണണം, അതിനു വേണ്ടിയാണ് ഞാൻ ആ നോമ്പ് പിടിച്ചത്. അപ്പൊ പിന്നെ വന്ന ആളുടെ ഭാഗത്തുനിന്ന് മറുപടി, എന്നാൽ ഇനി നിങ്ങൾ നോമ്പെടുത്തോളൂ, ഫസൗഫ തറാഹു ഇൻഷാ അല്ലാഹ്. സൽമാനു ദാറാനി തങ്ങളെ, എന്നാ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ കാണാം കേട്ടോ, നിങ്ങൾ ധൈര്യമായി നോമ്പ് പിടിച്ചോളൂ. വന്ന ആളൊരു പരീക്ഷണത്തിന് ചെയ്തതാണ്. ഉറക്കിൽ ഈ മഹാനോടൊരു ചെറിയ പരീക്ഷണം നടത്തിയതാണ്. സഹോദരങ്ങളെ കണ്ടോ, എത്രയാണ് അവർക്ക് കൂലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും വിൽക്കാൻ അവര് തയ്യാറല്ല. അതിന് മാത്രം പുണ്യം നോമ്പിനുണ്ട്. അല്ലാഹു അവൻ പഠിപ്പിച്ചതനുസരിച്ചുള്ള ഒരു നോമ്പ് നമ്മുടെ ജീവിതത്തിലും അവൻ നമുക്കും നൽകുമാറാകട്ടെ. ആമീൻ. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. സ്വഹാബത്തിനോട് ശഅബാൻ അവസാനത്തിലെ പ്രസംഗത്തിൽ പിന്നെയും പറഞ്ഞ വാചകം, വജഅല ഖിയാമ ലൈലിഹി തതവ്വുആ. ജനങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹു റമളാനിലെ സുന്നത്ത് നിസ്കാരം, തറാവീഹ് നിസ്കാരം, അത് നിങ്ങൾക്ക് പടച്ച റബ്ബ് സുന്നത്താക്കി തന്നിട്ടുണ്ട് കേട്ടോ. തറാവീഹ് നിസ്കാരം റമളാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. നോമ്പ് അല്ലാഹു നിർബന്ധമാക്കി. അതുപോലെ തന്നെ ഈ പ്രത്യേകമായ സുന്നത്ത് നിസ്കാരം എന്റെ സഹോദരങ്ങൾ ശ്രദ്ധിച്ചത് ചെയ്യണം. നിങ്ങൾ നോക്ക്, ആയിഷ ബീബി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം. ആയിഷ ബീബി പറയുകയാണ്, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തറാവീഹ് നിസ്കരിച്ചു. അപ്പോഴേക്ക് സഹാബത്ത് വന്ന് നബി തങ്ങളെ കൂടെ നിസ്കരിച്ചു. അങ്ങനെ ആ നിസ്കാരം കഴിഞ്ഞു. പിറ്റേന്ന് കുറച്ചുകൂടെ ആളുകൾ കൂടി. അങ്ങനെ അതിന്റെ പിറ്റേന്നത്തെ ദിവസം വന്നപ്പോൾ പള്ളിയിൽ പിന്നെയും ആള് കൂടി. ഇതങ്ങനെ പരസ്യപ്പെടുത്തിയിട്ടുള്ളൊരു നിസ്കാരമല്ല നബി തങ്ങൾ ചെയ്തത്. 4-ാമത്തെ ദിവസം നോക്കുമ്പോ പള്ളിയിൽ ഒരു സ്ഥലവും ബാക്കിയില്ല. സ്വഹാബത്തിന് അത്രയും ആവേശമായി ഈ പറഞ്ഞ നിസ്കാരത്തിന്. കഴിഞ്ഞില്ലല്ലോ സഹോദരന്മാരെ. പിന്നീട് നബി തങ്ങൾ അത് പുറത്തു വെച്ച് നിസ്കരിച്ചിട്ടില്ല. പള്ളിയിൽ വന്ന് പൊതുജനത്തിന്റെ കൂടെ നിസ്കരിച്ചിട്ടില്ല. അവിടുന്ന് നിസ്കരിക്കാറുണ്ടത് ഒറ്റക്ക്. എന്നാൽ പിന്നീട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മഹാനവറുകളാണ് പിന്നീട് അതൊരു ഇമാമും ജമാഅത്തുമായി സ്ഥാപിച്ചത്. നബി തങ്ങൾ തറാവീഹിനെ സംബന്ധിച്ച് പറഞ്ഞ വാചകം എന്താണ്? മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് കൂലി മോഹിച്ചിട്ട് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നിങ്ങൾ തറാവീഹ് നിസ്കരിച്ചാൽ നിങ്ങളുടെ സർവ്വ ചെറുദോഷങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പ് ചെയ്തു തരുന്നതാണ്.